തൃശൂർ പൂരം അലങ്കോലമാക്കപ്പെട്ട സംഭവത്തിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുത്തു. പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടത്തുമെന്ന് മന്ത്രി മൊഴി നൽകി. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ADGP MR അജിത് കുമാറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പ്രശ്നമുണ്ടായ ശേഷം വിളിച്ചിട്ട് ADGP ഫോൺ എടുത്തില്ലെന്നും മന്ത്രി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഇന്നലെ ADGP MR അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ മന്ത്രി കെ രാജന്റെ മൊഴി എടുത്തിരിക്കുകയാണ്. ADGPക്കെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ADGPക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പ്രശ്നമുണ്ടായ ശേഷം ADGP വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നടക്കമുള്ള മൊഴിയാണ് ഇപ്പോൾ കെ രാജൻ നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് മന്ത്രി കെ രാജന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് സംബന്ധിച്ച മൊഴി രേഖപ്പെടുത്തിയത്. തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പൂരം അലങ്കോലപ്പെട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നത്. ഇതിൽ നേരത്തെ തന്നെ പൂരം അലങ്കോലമാകും എന്ന് വ്യക്തമായൊരു സൂചന ലഭിച്ചിരുന്നു. ആ വിവരം ADGP MR അജിത് കുമാറിനെ അറിയിച്ചിട്ടും നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണമായി മന്ത്രി കെ രാജൻ പറയുന്നത്. ഒപ്പം പൂരം അലങ്കോലപ്പെട്ടതിന് ശേഷം പലതവണ വിളിച്ചിട്ടും MR അജിത് കുമാർ ഫോൺ എടുത്തിരുന്നില്ല. ഒപ്പം ഈ പൂരം അലങ്കോലപ്പെടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഗൂഢാലോചന നടന്നിരുന്നു. ആ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് അറിയാമായിരുന്നിട്ടും അതിൽ ഇടപെട്ടില്ല. ഒപ്പം ഒരു പോലീസ് ഈ ഗൂഢാലോചനയെ സഹായിക്കുന്ന തരത്തിൽ ഇടപെട്ടു തുടങ്ങിയ തരത്തിലുള്ള മൊഴികളാണ് മന്ത്രി കെ രാജൻ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ മന്ത്രി കെ രാജൻ പലതവണ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ മൊഴി പോലീസിന്റെ പല വിഭാഗങ്ങൾക്കായി നൽകിയിരുന്നു. അന്നും ഇതേ മൊഴി തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ പൂരം അലങ്കോലപ്പെടുത്താൻ ഒരു ശ്രമം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടും അതിന് അല്ലെങ്കിൽ അത് തടയുന്നതിനോ അതുമായി അന്വേഷിക്കുന്നതിനോ ഒരു നീക്കം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായിരുന്നെങ്കിൽ പൂരം അലങ്കോലപ്പെടില്ലായിരുന്നു എന്നാണ് മന്ത്രി കെ രാജൻ പറയുന്നത്. ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഇന്നലെയും ഇന്നുമൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന്റെ തന്ത്രപരമായ നീക്കമായിരുന്നു പൂരം അലങ്കോലപ്പെടുത്തുന്നത്. അത്തരം സംഭവങ്ങളെ കുറിച്ചൊക്കെ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരങ്ങൾ കിട്ടിയിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമോ തന്നെ നടത്തിയിട്ടില്ല. അത്തരത്തിൽ ADGP MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്നും വലിയ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള മൊഴിയാണ് മന്ത്രി കെ രാജൻ ഇന്നലെയും നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി തന്നെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അത് DGP ഷെയ്ഖ് ദർബേ സാഹിബ് വിരമിക്കുന്നതിന് തൊട്ടു മുമ്പ് നൽകിയ റിപ്പോർട്ട് ആണ് ഇന്നലെ ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയത്. അതിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണം എന്നുള്ള ഒരു ശുപാർശ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഓരോ ദിവസവും ADGP MR അജിത് കുമാറിനെതിരെ കുരുക്ക് കൂടുന്നതല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ തന്നെയാണ് പലപ്പോഴും മൊഴികൾ വരുന്നത്. ഇത്തരം മൊഴികളെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ചുമതല ആഭ്യന്തര വകുപ്പിന് തന്നെയാണ്. ഇനി ആഭ്യന്തര വകുപ്പ്, ആഭ്യന്തര സെക്രട്ടറി ഇവരൊക്കെ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. കാർത്തി. ശരി, തൃശൂർ പൂരം അലങ്കോലമാക്കപ്പെട്ട സംഭവത്തിലാണ് മന്ത്രി കെ രാജന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചന അടക്കം നടന്നുവെന്നാണ് മന്ത്രി മൊഴി നൽകിയിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ADGPക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പ്രശ്നമുണ്ടായ ശേഷം ADGP വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നാണ് മന്ത്രി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. ADGP MR അജിത് കുമാറിനെതിരെ കൂടുതൽ കുരുക്ക് മുറുകുക തന്നെയാണ് ഈ സാഹചര്യത്തിൽ. ഇന്നലെയാണ് ആഭ്യന്തര സെക്രട്ടറി അടക്കം റിപ്പോർട്ട് ഇക്കാര്യത്തിൽ സമർപ്പിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രി കെ രാജന്റെ മൊഴി അടക്കം പുറത്തു വരുന്നത്. പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടന്നുവെന്നാണ് മന്ത്രി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.